കോഴിയല്ല പറന്നു മുട്ടയിരുന്നു. വല്ലതും പറ്റിയോ? പിന്നെ പറ്റാതെ 1500 രൂപയുടെ മുട്ടയല്ലേ പൊട്ടിയത്? അതല്ല, ദേഹത്ത് വല്ലതും പറ്റിയോ? ഇല്ല, എനിക്കൊന്നും പറ്റിയില്ല. ആക്സിഡന്റ്. ഒരാള് ആക്സിഡന്റ് പെട്ട് മരിക്കാൻ പോകുമ്പോ അയാൾ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ ചർച്ച നടത്താൻ വേണ്ടത്. വരൂ വരൂ. എവിടേക്ക്? ആശുപത്രിയിലേക്ക്. അതിന് മാത്രം ഒന്നുമില്ല. അത് നിങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത്. നടക്കാനാ പറഞ്ഞത്. വിട്. നിങ്ങൾ ആരാ? ജീപ്പ് ജീപ്പ്. എനിക്ക് കുഴപ്പമൊന്നും ഇല്ലാന്ന്. കുഴപ്പമില്ല, നിങ്ങളെല്ലാം ഇനി ഇട്ടോളൂ. അങ്ങോട്ട് കയറി. ഞാൻ ഈ ആക്സിഡന്റ് ഉണ്ടായാലും എല്ലാവരും രക്ഷിക്കുന്നതാ. ഞാൻ ശങ്കരമംഗല ആശുപത്രിയിലോട്ട് പോട്ടെ. എന്തിനാ സാർ ഇതൊക്കെ? നിങ്ങൾ അധികം സംസാരിക്കരുത്. ഇതൊക്കെ എന്തിനാണെന്ന് എല്ലാ പരിശോധനയും കഴിയുമ്പോൾ മനസ്സിലാവും. സിസ്റ്റർ, രക്തം, കഫം, മലം, മൂത്രം എല്ലാം വിശദമായി പരിശോധിക്കണം. എക്സ്റേ, തലയുടെ, നെഞ്ചിന്റെ, പിന്നെ എല്ലാ സന്ധി ബന്ധങ്ങളുടെ ഓരോന്നിരിക്കട്ടെ. എല്ലാം എടുത്തല്ലോ? എടുത്തു സാർ. ഇതിലും ഭേദം ആക്സിഡന്റ് ഞാനങ്ങ് ചത്തുപോകുന്നതായിരുന്നു. അതിന് ഇനിയും സമയമുണ്ടല്ലോ. എല്ലാ പരിശോധനയും ചേർത്ത് ബില്ല് എന്ത് വരും? 1500 വരും സാർ. വെരി ഗുഡ്. എങ്കിലും നേരെ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്ക്. എക്സ്റേ, പരിശോധന റിപ്പോർട്ട് എല്ലാം കാണിക്കണം. ഓപ്പറേഷൻ വേണ്ടി വന്നാൽ അത് ഉടൻ ചെയ്യാൻ ഏർപ്പാട് ചെയ്തേക്കും. ഒന്നിനും ഒരു കുറവും വരുത്തണ്ട. എന്റെ ഭഗവാനെ. ശരി ശരി ശരി. ശ്വാസം വലിച്ചു വിട്ടെ. എന്താണ് സിസ്റ്റർ ഇത്? ദേഹത്തൊരു പോറൽ പോലും ഇല്ലാത്ത ഇയാളെ പിടിച്ചുകൊണ്ട് പോയി ഈ ടെസ്റ്റുകളൊക്കെ അടുപ്പിച്ച് എന്തിനാ? ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? എനിക്കൊരു കുഴപ്പമില്ല എന്ന് 100 വട്ടം പറഞ്ഞതല്ലേ. രോഗിയെ ആദ്യം കൊണ്ടുവരേണ്ടത് എന്റെ അടുത്തല്ലേ? അതിനു മുമ്പ് ഈ ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ ആരാ പറഞ്ഞു? പറയൂ. രോഗിയെ കൊണ്ടുവന്നത് മഹാദേവൻ സാറാണ്. പുള്ളിക്കാരൻ തന്നെ ടെസ്റ്റുകൾ എടുക്കാൻ പറഞ്ഞതും. ഈ മഹാദേവനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഞാൻ ആദ്യമായിട്ട് കാണുക സാർ. ഒരു പ്രശ്നവും ഇല്ലാത്ത എന്നെ പിടിച്ചു വലിച്ച് ജീപ്പി കയറ്റി ഒരു വരവായിരുന്നു. അത് ശരി. ഈ പറഞ്ഞ മഹാദേവനാണ് ഈ ആശുപത്രിയുടെ ഉടമസ്ഥൻ. മനസ്സിലായോ? മനസ്സിലായി. എന്റെ കാശ് പിടുങ്ങാനുള്ള സൂത്രപ്പണിയായിരുന്നു ഇതൊക്കെ. മഹാദേവൻ സാറ് ചെയ്ത ഒരു വലിയ കാര്യ. 5 മിനിറ്റ് വൈകിരുന്നെങ്കിൽ ആ മുട്ടക്കാരൻ തട്ടിപ്പോയനെ. എനിക്ക് തോന്നി ഓപ്പറേഷൻ ചെയ്തേക്കാം അല്ലേ? സാറിന്റെ അഭിപ്രായം പറഞ്ഞോളൂ. എന്ത് വേണേ ചെയ്യാം. കാലും കൈയും തലയും എല്ലാം ഓപ്പറേറ്റ് ചെയ്യാം. എന്താ? അതൊക്കെ ഡോക്ടറുടെ ഇഷ്ടം. എന്തായാലും അയാൾ ഒരു 2-3 മാസം ഇവിടെ കിടത്താനുള്ള ഒരു വകുപ്പുണ്ടാക്കിയാൽ വളരെ നല്ലത്. അമ്മാവൻ തമ്പി സാറ് സ്ഥലത്തെത്തിയോ? എത്തിയല്ലോ. എന്താ? അല്ല, രണ്ടുപേരോടും ചേർത്ത് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ. ഞാനത് അമ്മാവനെ അറിയിച്ചാ പോരെ? അങ്ങനെയാലും മതി. മറ്റൊന്നുമല്ല, ഇത്രയും കഷ്ടപ്പെട്ട് ഒരു ആശുപത്രി നടത്തുന്നതിന് നല്ലത് കട്ടപ്പാറ എടുത്തുകൊണ്ട് രാത്രിയിൽ ഇറങ്ങുന്നതാ കക്കാൻ. എന്നെ ഇത്രയും നേരം മെനക്കെടുത്തിയാന് 2 എണ്ണം പൊട്ടിച്ചേരണ്ട. ആശുപത്രി ഉടമസ്ഥൻ രോഗികളെ പിടിക്കാൻ നടക്കുക. കൊള്ളാം. ഇക്കാര്യം നിങ്ങളോട് ആര് പറഞ്ഞു? ആരെങ്കിലും ആവട്ടെ, ഇതായത് വെച്ചോളൂ. എന്താ ഇത്? ഇല്ല, എല്ലാം കൂടെ ചേർത്ത് 1600 രൂപ വരും. സാറേ, എനിക്കൊരു 100 രൂപ ജീപ്പിന്റെ കാശ്. അതും ഞാൻ കൊടുക്കണം? പിന്നെ ആരും ഞാൻ കൊടുക്കണം? അല്ല, ഒരു സംശയം ചോദിച്ചെന്നേ ഉള്ളൂ. ആ മുട്ടക്കാരൻ രോഗിയോട് ഞാനാണ് ഈ സ്ഥാപനത്തിന്റെ ഉടമസ്ഥൻ എന്ന് ഡോക്ടർ പറഞ്ഞു. അത് മഹാ തെമ്മാടിത്തരമായി പോയി. മാസം തോറും പുളിങ്കുരു പോലെ ശമ്പളം എണ്ണി വാങ്ങിക്കുമ്പോ ഈ സ്ഥാപനത്തോട് അല്പം നന്ദി കാണിക്കണം. നന്ദിക്ക് പട്ടികളെ വളർത്തുന്നതാണ് കൂടുതൽ നല്ലത്. പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അമ്മാവൻ അനന്തരവൻ അതിന്റെ അർത്ഥം അറിയില്ലെന്ന് അറിയാം. മിസ്റ്റർ, രോഗികളെ വഞ്ചിക്കുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ട്. താൻ ആരാടോ? ഹരിശ്ചന്ദ്രനോ? മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ ആശുപത്രിയാണെന്ന് ഞാൻ നോക്കില്ല. താൻ എന്ത് ചെയ്യടോ? കള്ള പരീക്ഷകൾ. ആത്മാഭിമാനമുള്ള ഒരാൾക്ക് ഇവിടെ ജോലി ചെയ്യാൻ കഴിയില്ല. തന്റെ ജോലിയും കൂലിയും എനിക്ക് വേണ്ടോ? സർ, ഡോക്ടറോട് പോകരുതെന്ന് പറ. രോഗികളുടെ കാര്യം ആകെ പ്രശ്നത്തിലാവും. രോഗികൾ എനിക്ക് പ്രശ്നമല്ല. എന്റെ ശമ്പളക്കാരന്റെ ചൊൽപ്പടിക്ക് ഞാൻ നിൽക്കണോ? പോട്ടെ, എല്ലാവരും പോട്ടെ. വേണമെങ്കിൽ നിങ്ങൾക്കും പോകാം. ആരും ഇല്ലെങ്കിലും ഞാൻ ആശുപത്രി നടത്തും. ഡോക്ടർ എവിടെ, മരുന്ന് എവിടെ എന്ന് ചോദിച്ച് അവൻ എന്റെ മെക്കിട്ട് കയറാൻ വന്നു. അവനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനൊന്ന് ക്ഷോഭിച്ചു. എന്റെ ദൈവമേ, അവനും ഒന്ന് ക്ഷോഭിച്ചു. സാവിത്രി, ഈ കാണുന്നൊക്കെ അവന്റെ സംഭാവനയാണ്. ആശുപത്രിയിൽ ഡോക്ടർ മരുന്നൊന്നുമില്ലേ? പിന്നെ മരുന്നുണ്ട്, പക്ഷെ ഡോക്ടർ ഇല്ല. ഡോക്ടർ എവിടെ പോയി? പതിവ് പോലെ പിരിഞ്ഞുപോയി. വിവരവും വിദ്യാഭ്യാസവും സംസ്കാരവും ഇല്ലാത്ത കഴുത. ആര്? ഡോക്ടറോ? അല്ല, എന്റെ അനന്തരവൻ. ആശുപത്രി ചുമതല ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പല വട്ടം ആ തെണ്ടിയോട് ഞാൻ പറഞ്ഞതാ. മാന്യന്മാരുടെ പെരുമാറാറിയാൻ മേലെ.
സംസാരിക്കാൻ അറിയാമല്ല. ഒരു മാസത്തിനിടയ്ക്ക് ഇത് മൂന്നാമത്തെ ഡോക്ടറാ പിരിഞ്ഞു പോകുന്നത്. ഇതിങ്ങനെ തുടർന്നാൽ ആ ആശുപത്രി വളപ്പിൽ തന്നെ ഒരു കുഴി കുത്തി എന്നെ അങ്ങോട്ട് മൂടിയാ മതി. ഉരുട്ടം കൊട്ട കഴുത. കൈക്ക് ഭയങ്കര വേദന. വാ വാ. അമ്മാവൻ നേരത്തെ ഇങ്ങ് പോന്നോ? കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാ പിന്നെ അവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. എന്തു പറ്റി അമ്മാവ മുഖത്തും ദേഹത്തൊക്കെ? അതെ, ഒരു പശു ഓടിച്ചപ്പം മറിഞ്ഞു വീണതാ. അയ്യോ അയ്യോ. മോൻ എവിടെ ആയിരുന്നു? ആശുപത്രിയിലൊന്നും കണ്ടില്ല? അവിടുത്തെ സ്ഥിതി വഷളാവെന്ന് തോന്നിയപ്പോ ഞാനൊന്ന് മാറി നിന്നതാ. ഡോക്ടറെ ഞാൻ പിരിച്ചുവിട്ടല്ലോ. ആ കാര്യം എന്നെ ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ ആ ആസ്മാക്കാരന്റെ കൂടെയുള്ളവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടായിരുന്നു. അയ്യോ, ഇത് അയാൾ നല്ലതാണോ? ഭാഗ്യം, അത് എനിക്ക് കിട്ടേണ്ട അടിയായിരുന്നു. എന്താ മഹാദേവ, ആശുപത്രിയിൽ ഒരു ഡോക്ടർ സ്ഥിരമായി നിൽക്കുന്നില്ലല്ലോ. അമ്മായി, ഈ ഇരിക്കുന്നത് എന്റെ അമ്മാവനല്ല, ദൈവ. എന്റെ ദൈവ. ആ ദൈവത്തെ തെണ്ടി, ചെറ്റ, നാറി എന്നൊക്കെ ഒരു ഡോക്ടറല്ല, ഒരു IAS വിളിച്ചാൽ പോലും ഞാൻ സഹിക്കില്ല. എനിക്കും തോന്നി എന്തെങ്കിലും കാര്യമായ കാരണങ്ങളില്ലാതെ നീ ഒരാളെയും പിരിച്ചുവിടില്ല. നമുക്ക് അടച്ചിടാം അമ്മാവ. ആശുപത്രി അടച്ചിടാം. നമ്മളെ കയ്യിൽ നിന്ന് ശമ്പളവും വാങ്ങി നമ്മളെ തന്നെ തെറിവിളിക്കുന്ന അമ്മാരെയും വെച്ചോണ്ട് എന്തിനീ സ്ഥാപനം മുമ്പോട്ട് പോണം? നിന്നോട് വെള്ളം ചൂടാക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു. മഹാദേവ, എന്തോ? ആ ആശുപത്രിയും അവിടെയുള്ള സ്വത്തുക്കളും നിന്റെ അച്ഛൻ നിന്റെ പേർക്ക് എഴുതി വെച്ചിരിക്കുകയാണല്ലോ. അപ്പൊ നിനക്കത് അടച്ചിടുകയോ തുറന്നിടുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ നിന്റെ ആരുമല്ലല്ലോ. അച്ഛനും അമ്മയും ചെറുപ്പത്തിലേ നഷ്ടപ്പെട്ടു പോയ നിന്നെ പൊന്നുപോലെ പോറ്റി വളർത്തിയ ഞാൻ നിന്റെ ആരുമല്ലല്ലോ. അമ്മാവ, ആശുപത്രി അടച്ചിടുക എന്ന് പറഞ്ഞാൽ അത് പിന്നീട് ഗംഭീരമായി തുറക്കാൻ വേണ്ടിയാ. അതെപ്പോ? നന്ദിനി ലണ്ടനിൽ നിന്ന് FRCS കഴിഞ്ഞ് വരുമ്പോ, ഞങ്ങളുടെ കല്യാണം കഴിയുമ്പോ, ഭർത്താവിന്റെ ഹോസ്പിറ്റലിൽ FRCS ഭാര്യ ഡോക്ടറായി ഇരിക്കുക എന്നത് തന്നെ നാലാള് കേൾക്കുമ്പോ ഒരു സുഖല്ലേ? പിന്നെ ആശുപത്രി അടയ്ക്കുന്ന പ്രശ്നമേ ഇല്ല. 24 മണിക്കൂർ ഇതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കും. അത് നടക്കുവോ? അതെന്താ അമ്മാവ നടക്കാതെ? അതെ, അവക്ക് ഈയിടെയായിട്ട് നിന്നെ കുറിച്ച് അത്ര മതിപ്പില്ല. കത്തിലൊരു സൂചന ഉണ്ടായിരുന്നു. അമ്മാവ, നീ കൊളരാത്തവനാണ്, തെണ്ടിയാണ്, കഴുതയാണ്, പിടിപ്പില്ലാത്തവനാണ്, ഒജ്ഞാനനാണ് എന്നൊക്കെ ആരോ അവളെ എഴുതി അറിയിച്ചിരിക്കുന്നു. ആരത്? അമ്മായി ആയിരിക്കും. അയ്യേ, അവക്കെന്താ എന്റെ കാര്യം? നിന്നെ കണ്ണു കീറി കണ്ടുകൂടാത്ത ആരോ ഒരാൾ. ആരായിരിക്കും അമ്മാവ അത്? അതല്ലേ എനിക്കും അത്ഭുതം. കാര്യം അവൾ എന്റെ മോളാണെങ്കിലും ലണ്ടനിലൊക്കെ പഠിച്ചു വരുന്ന പെണ്ണോട് നമുക്ക് വല്ല നിർബന്ധിക്കാൻ പറ്റുമോ? എനിക്കാണെങ്കിൽ 24 മണിക്കൂർ ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, നീ തന്നെ അവളെ കെട്ടണേ, നീ തന്നെ അവളെ കെട്ടണേ എന്ന്. അതിനിടയ്ക്കല്ലേ നിനക്കെതിരായിട്ടുള്ള ഈ ഊമക്കത്തുകളുടെ പ്രവാഹം. പക്ഷെ ഞാൻ അവക്കെഴുതി, നീ തെണ്ടിയല്ല, നീ കഴുതയല്ല, നീ കൊജ്ഞാനനല്ല, എന്തിന് നീ ബഹുമിടുക്കനാന്ന് വരെ ഞാൻ നുണയെഴുതി. പക്ഷേ അവള് വിശ്വസിച്ചായിട്ട് തോന്നുന്നില്ല. ഈ തെറ്റിദ്ധാരണ മാറ്റാൻ എന്താ ഒരു വഴി? ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ പ്രതിവിധിയെ കാണുന്നുള്ളൂ. നിന്റെ പേരുള്ള സ്വത്തുക്കൾ മുഴുവൻ അവിടെ പേരിലേക്ക് എഴുതി വെച്ച് നോക്കാം. എന്നിട്ടത് രജിസ്റ്റർ ചെയ്ത് അതിന്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ലണ്ടനിലേക്ക് അയച്ചു നോക്കാം. അവിടെ മനസ്സ് മാറുന്നെങ്കിൽ മാറട്ടെന്നേ. പിന്നൊരു കാര്യം, എന്റെ പൊന്നു മഹാദേവ, ഈ ബുദ്ധി ഞാനാ പറഞ്ഞു തന്നെന്ന് ഒരു കാരണവശാലും അവൾ അറിയാൻ ഇടയാകരുത്. എത്ര കാലമായി എഴുതി വെച്ചിട്ട്. സകല ദൈവങ്ങളെ മനസ്സിൽ ധ്യാനിച്ച് എല്ലാം മംഗളമാകാൻ ഒപ്പിടും. വെള്ളം ചൂടായി. നിങ്ങൾ ആ ചെറുക്കനെ കൊണ്ട്. സാവിത്രി, മോനൊപ്പിട്. ഒപ്പിടും മോനെ. തൊലച്ചു. എന്താ? പല്ലി ചലച്ചു. അത് പല്ലിയായിരിക്കില്ല, അത് ഞാനാ. വേണ്ടില്ലേ? ഇല്ല അമ്മാവ, ദേ പല്ലി. ഇന്നിനി നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അശുഭ ലക്ഷണല്ലേ. തൽക്കാലം ഇതിവിടെ ഇരിക്കട്ടെ.
നമ്മുടെ ആശുപത്രിയിലേക്ക് മിടുക്കനായ ഒരു ഡോക്ടറെ ഞാൻ കൊണ്ടുവരും. നല്ല രീതിയിൽ നടത്തിക്കാട്ടി നന്ദിനിയുടെ തെറ്റിദ്ധാരണ ഞാൻ മാറ്റും. അല്ല മിസ്റ്റർ മഹാദേവൻ ഇരിക്കൂ. ഞാൻ ഒരിക്കൽ കിള്ളിക്കുറിശി പോകുന്ന വഴിക്ക് ശങ്കരമംഗലം ഹോസ്പിറ്റലിൽ കണ്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട് അവിടെ കാര്യങ്ങളൊക്കെ? കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുന്നുണ്ട് ഡോക്ടർ. ഞാനൊരു ഡോക്ടറല്ല, എങ്കിലും എന്റെ പ്രിയപ്പെട്ട രോഗികൾക്ക് മിടുക്കന്മാരായ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഡോക്ടർ അങ്ങോട്ട് വരികയാണെങ്കിൽ ഞാൻ ഡോക്ടർക്ക് എന്തും തരും. എന്ത് തരും? എന്തും. എന്നെ കുറിച്ച് മിസ്റ്റർ മഹാദേവനോട് ആരാ പറഞ്ഞത്? ഇന്ത്യയിൽ ജീവിക്കുന്ന ആർക്കാ ഡോക്ടർ അലക്സിനെ പറ്റി അറിയാത്തത്? അതിരിക്കട്ടെ, ഡോക്ടർ ജോസഫ് മാത്യു എന്തുകൊണ്ടാണ് അവിടുന്ന് പോയത്? ഡോക്ടറോടായതുകൊണ്ട് സത്യം പറയാതെ തിരിച്ചുവിട്ടതാണ്. Is it? കാരണം? മറ്റുള്ളവരെ പറ്റി കുറ്റം പറയുന്നത് എനിക്കിഷ്ടമല്ല. കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാലും ഞാനത് ഡോക്ടറോടായതുകൊണ്ട് മാത്രം പറയണം. ഡോക്ടർ ജോസഫ് മാത്യു ആള് മഹാ ചീപ്പാണ്. അത് ശരി. കൊള്ളാലോ. അപ്പൊ ഡോക്ടർ ജോസഫ് മാത്യു ആള് ചീപ്പാണല്ലേ? ചീപ്പാണെന്ന് മാത്രമല്ല, ആള് കള്ളനുമാണ്. ഓഹോ, കള്ളനുമാണല്ലേ? അതെ ഡോക്ടർ, ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഡോക്ടർ വിശ്വസിക്കില്ല. നമ്മുടെ ഈ സിറിഞ്ചിലെ ഇഞ്ചക്ഷൻ ഉപയോഗിക്കുന്ന സിറിഞ്ച് 3-4 കേസ് സിറിഞ്ച് ഇയാൾ കൊണ്ടുപോയി മെഡിക്കൽ ഷോപ്പിൽ വിറ്റു. ചേടാ ഭയങ്കര. പിന്നെ പറയാൻ പറ്റാത്ത വേറൊരു കാര്യമുണ്ട്, പക്ഷെ പറഞ്ഞേ പറ്റൂ. ഉം. ഒരു ദിവസം നൈറ്റ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഒരു നേഴ്സിനെ ഈ ജോസഫ് മാത്യു വേറെ ചില കാര്യങ്ങൾക്ക് പ്രേരിപ്പിച്ചു. അതോടെ ഞാൻ അയാളെ അടിച്ച് പുറത്താക്കി. നേരെയാണോ ഡോക്ടർ ജോസഫ് മാത്യു? ഡോക്ടർ അവിടെ നിന്ന് ഇവിടെ വന്ന് ജോയിൻ ചെയ്തു. ഹലോ, രാഘവൻ തമ്പി സാറിന്റെ മകൻ മഹാദേവൻ തമ്പി അല്ലേ? അതെ, ഞാൻ അയ്മുട്ടി. ചെറുപ്പത്തിലെ ബാപ്പാന്റെ കൂടെ ഞാൻ തറവാട്ടിൽ വന്നിട്ടുണ്ട്. ഓർമ്മയുണ്ട് എന്നെ? എവിടെ നിന്നല്ലേ? കൊല്ലൊത്രയായി കണ്ടിട്ട്. നിങ്ങളുടെ അച്ഛന്റെ കുടിയാനായിരുന്നു നമ്മുടെ ബാപ്പ. നമ്മുടെ കുടുംബത്തിന് എന്തെങ്കിലും ഉന്നതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അച്ഛന്റെ ദൈവം ഉണ്ടാന്ന് ബാപ്പ എപ്പോഴും പറയാറുണ്ട്. ഞാനിവിടെ ഇല്ലായിരുന്നു. 10 വർഷമായിട്ട് സലാലയിലാ. ഇനി പോണില്ല. ഇപ്പൊ ഇവിടെ ഇലക്ട്രിസിറ്റി ബോർഡിലെ എഞ്ചിനീയറാണ്. ബാപ്പയുടെ പേരെന്താ പറഞ്ഞത്? കുഞ്ഞുമായൻ. അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ടാവണം. ഇപ്പൊ ആശുപത്രി നടത്തുകയാണല്ലേ? അതെ. എങ്ങനെയുണ്ട്? ഭയങ്കര പേരാ. ചീത്തപ്പേരാ? അങ്ങനെയാണ് ഞാൻ കേട്ടത്. കാശിന്റെ കാര്യത്തിൽ ഭയങ്കര കത്തിയാണ്. നല്ല ഡോക്ടർമാരില്ല. നേര് പറഞ്ഞ തമ്പിസാറിന്റെ മകൻ നടത്തുന്ന ആശുപത്രിയെ പറ്റി ഇങ്ങനെയൊക്കെ കേട്ടപ്പോ കുറച്ച് വിഷമം തോന്നി. ഇതാര് പറഞ്ഞു? ആരാ പറയാത്തത്? ആകെ ഉണ്ടായിരുന്നൊരു ഡോക്ടറും സ്ഥലം വിട്ടോ? അത് പറഞ്ഞോ? അറിഞ്ഞു. പുതിയ ഡോക്ടറെ കിട്ടിയോ? ഇല്ല, ഇപ്പൊ അങ്ങോട്ട് കേറാൻ പറ്റാത്തൊരവസ്ഥയാ. കഴിഞ്ഞ ദിവസം എന്റെ അമ്മാവനെ ആരോ രോഗികൾ തല്ലി. അയ്യോ, നല്ലൊരു ഡോക്ടറെ കിട്ടിയില്ലെങ്കിൽ ആശുപത്രി തന്നെ തീവെച്ച് നശിപ്പിക്കുമെന്നുള്ളൊരു ഭീഷണിയും നിലവിലുണ്ട്. കഷ്ടം. AVM ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ ഫൈസൽ ഉണ്ട്. മിടുക്കനാ. പക്ഷെ അയാൾ വരില്ല. പിന്നെ ഒരു ഡോക്ടർ പരിധുവിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? പക്ഷെ അയാൾ അടുത്ത ആഴ്ച മദ്രാസിലെ അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് പോവുക. പിന്നെ ആരുണ്ട്? ഏതെങ്കിലും ഒരു മിടുക്കൻ ഡോക്ടറെ കിട്ടിയിരുന്നെങ്കിൽ ശമ്പളമൊന്നും ഒരു പ്രശ്നമേ അല്ല. കോന്നിയിലെ മിഷൻ ആശുപത്രിയിൽ ഇപ്പൊ ഒരു ഡോക്ടർ ഉണ്ട്. കഴിഞ്ഞ ആഴ്ച എളാപ്പാന്റെ മുന്നൊരു ആക്സിഡന്റ് പെട്ടപ്പോ അവിടെയാണ് കൊണ്ടുപോയത്. കേരളത്തിലെ പ്രഗത്ഭരായ എല്ലാ ഡോക്ടർമാരും കൈയൊഴിഞ്ഞ കേസാണത്. എണീറ്റ് നിൽക്കാൻ പറ്റാത്ത ചെറുക്കനോട് 3-ാം ദിവസം ഡോക്ടർ ഓടാൻ പറഞ്ഞു. ചെറുക്കനോടി. കുറച്ചു ദിവസത്തെ പരിചയമുള്ളെങ്കിലും ഞങ്ങൾ പെട്ടെന്ന് ഞങ്ങളുടെ സുഹൃത്തുക്കളായി. മൂപ്പര് വരുമോന്നറിയില്ല. ഞാനൊന്ന് ശ്രമിച്ചു നോക്കണം. അയാളെ തരപ്പെടുത്തി തന്നാൽ അയ്മൂട്ടിക്ക് പുണ്യം കിട്ടും. സമാധാനപ്പെട്, നമ്മൾ ഏറ്റിരിക്കണ്. തമ്പിസാറിന്റെ മോനെ നമുക്ക് കൈവിടാൻ പറ്റുവാ. കോന്നിയിലെ ഡോക്ടറെ കിട്ടണമെന്ന് പഠിച്ചോനാണ് അങ്ങോട്ട് പ്രാർത്ഥിച്ചോളി. പറ്റാൽ ഇപ്പൊ തന്നെ നമ്മൾ റെസ്റ്റ് വിളിച്ചു നോക്കട്ടെ. ബൂത്ത് എവിടെയാണാവും? പത്ത് മണിക്ക് എത്തുമെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ മണി 10:45. എനിക്ക് തോന്നുന്നത് ഡോക്ടർ അകത്തുണ്ടാവുമെന്നാ. ഈ കോമ്പൗണ്ടിന് ഒരു ഗേറ്റല്ലേ ഉള്ളൂ മഹാദേവ. അതെ. ആ വഴിക്ക് ഏതായാലും ഡോക്ടർ വന്നിട്ടില്ല. പിന്നെ ഏത് വഴിക്ക് അകത്ത് കേറിയിട്ടുണ്ടാവും? മണ്ണ് തുറന്ന് ഗുഹയുണ്ടാക്കി ആ വഴിക്കോ? നമ്മളിപ്പോ ഇവിടെ വന്നിട്ട് 1/2 മണിക്കൂർ ആയതല്ലേ ഉള്ളൂ. അതിന് മുൻപേ ഡോക്ടർ വന്നിട്ടുണ്ടെങ്കിലോ? ഏയ്, എനിക്ക് തോന്നുന്നില്ല. അമ്മാവനെ ഒരു കാര്യം ചെയ്യും, ഒന്ന് അകത്ത് കയറി നോക്ക്. എന്തോന്ന്? ഡോക്ടർ എത്തിയൊന്ന്. അയ്യോ, അതെ, നീ എന്ന് നോക്കുന്നല്ലേ നല്ലത്. അമ്മാവൻ ചെന്ന് നോക്കുന്നതാ എനിക്കിഷ്ടം. അത് വേണ്ട. അമ്മാവൻ എന്റെ അമ്മാവനല്ലേ,
അമ്മാവൻ മുൻകൈ എടുക്കണ്ടേ എല്ലാ കാര്യത്തിനും? എടാ ഞാൻ മുൻകൈ എടുത്തി എന്നാലേ അകത്തുനിന്നൊരു പിൻകൈ വന്ന് എന്റെ കൊങ്ങാക്കി പിടിക്കും. അതേത് കൈ? ആ ആസ്മാക്കാരന്റെ ബന്ധുവിന്റെ കൈ. ശ്ശെ. അന്നടിച്ച അടിയുടെ വേദന ഇന്നും എനിക്ക് മാറിയിട്ടില്ല. നിനക്കൊന്നും പോയി നോക്കിയാലെന്താ? നോക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ എന്റെ നക്ഷത്രത്തിൽ ഇപ്പൊ ജന്മശനിയാ. ഈ സമയത്ത് അനിഷ്ട സംഭവങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ജ്യോത്സ്യം പറഞ്ഞു. അതുകൊണ്ടാ. ആഹാ. എങ്കിൽ ആ ജോലിസിനെ ഒന്ന് പരീക്ഷിക്കണമല്ലോ. നീ ചെല്ലേ. നമ്മൾ ഒരിക്കലും ശാസ്ത്രത്തെ വെല്ലുവിളിക്കരുത് അമ്മാവ. ഇത് ഞാനാ. നീയായിരുന്നോ? പുതിയ ഡോക്ടർ വന്നോ വേലായുധ? ഒരുത്തിനും വന്നില്ല. സാർമാരെന്താ ഇവിടെ ഒളിച്ചു നിൽക്കുന്നേ? ഒളിച്ചതല്ല. ആ ആസ്മാക്കാരന്റെ ബന്ധു അകത്തുണ്ടോ വേലായുധ? അത് ശരി. അപ്പൊ അവരെ പേടിച്ചൊളിച്ചതാണല്ലേ? ആസ്മി ബന്ധുക്കെ ഇന്നലെ പോയി. ഭാഗ്യം. ഇവിടെ ഒരു പാട് കാണുന്നുണ്ടോ? എന്താ? പോകുന്ന പോക്കില് അവരെന്നും തല്ലി. സാരമില്ല. ഈ മാസം നിനക്ക് 10 രൂപ അധികം ശമ്പളം തന്നേക്കാം. അതിരിക്കട്ടെ, ആസ്മാക്കാരൻ പോകുമ്പോ ഹോസ്പിറ്റൽ ബില്ലൊക്കെ സെറ്റിൽ ചെയ്തോ? ആ പ്രശ്നത്തിൽ എനിക്ക് അടി കൊണ്ടത്. പോവാന്ന് പറഞ്ഞപ്പോ ഞാൻ ബില്ലും കൊണ്ട് ചെന്നതായിരുന്നു. അമ്മാവ ഇത് കാറ് വരുന്നു. അത് ഡോക്ടറെ ഇത് പടക്കാണ്. ഡോക്ടർ ഇറങ്ങി വരുമ്പോ കൊടുത്തോളാം. സൂക്ഷിക്കണം കേട്ടോ, സൂക്ഷിക്കണം, നീ സൂക്ഷിക്കണം. ആ. നമസ്കാരം നമസ്കാരം നമസ്കാരം. പടക്കമാണ് പടക്കം. അതെ, നമ്മൾ വിചാരിച്ചു വെടിവെപ്പാണെന്ന്. വിശ്വ ദീപാവലിയ രണ്ടുമല്ല, ഡോക്ടർക്ക് സ്വീകരണം. അമ്മാവ അയമൂട്ടി അച്ഛന്റെ ഒരു കുടിയാന്റെ മകനാണ്. അയമൂട്ടി ഡോക്ടർ ഒന്നില്ലേ? അപ്പൊ ഇതല്ലേ ഡോക്ടർ? അല്ല, ഡോക്ടർ കാറിലുണ്ട്. ഇതെന്താ ആശുപത്രിയോ പൂരപ്പറമ്പോ? ഇത് ആശുപത്രി. പൂരപ്പറമ്പ് 1 കിലോമീറ്റർ ദൂരെയാണ്. അങ്ങോട്ട് പോണോ സാർ? ഈ ആശുപത്രി നടത്തുന്ന മനുഷ്യരോ കഴുതകളോ? അമ്മാവനാണ് സാർ. അകത്തൊരു ഹൃദ്രോഗി ഉണ്ടെന്ന് വെക്കുക. പെട്ടെന്നുള്ള ഈ ശബ്ദം കേട്ട് ഞെട്ടി ആ രോഗി മരിച്ചു പോയാൽ ആര് സമാധാനം പറയും? പേടിക്കാനില്ല സാർ, ഇവിടെ ആംബുലൻസ് ഉണ്ട്. ഇതെന്താ പിള്ളേര് കളിയാ? അയ്മുട്ടി, ഓ. വണ്ടി കയറ്, നമുക്ക് പോവാം. ഡോക്ടർ, ഒരു അബദ്ധം. ഡോക്ടർ സ്വീകരിക്കാനുള്ള ഒന്നും എനിക്ക് കേൾക്കണ്ട. താൻ വന്ന് കാല് പിടിച്ചപ്പം ഒന്നും ആലോചിക്കാതെ കേറിപ്പോന്ന എന്നെ പറഞ്ഞാ മതിയല്ലോ. ചുമ്മാതാണോ നല്ല ഡോക്ടർമാരൊന്നും ഇവിടെ സ്ഥിരമായി നിൽക്കാത്തത്? പടക്കം വേണ്ട, പടക്കം വേണ്ട എന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. ഡോക്ടർ, ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. അകത്ത് കിടക്കുന്ന രോഗികളെ ഓർത്തെങ്കിലും ഡോക്ടർ ഞങ്ങളോട് ക്ഷമിക്കണം. അകത്തോട്ട് വന്നാട്ടെ. വിഡ്ഢികളുടെ ഭരണം ഞാൻ അനുവദിക്കില്ല. കേട്ടല്ലോ? അതിന് ഉദ്യോഗസ്ഥനായാലും ശരി, ഉടമസ്ഥനായാലും ശരി, എന്റെ നിയമമാണ് ഇവിടുത്തെ നിയമമെങ്കിൽ ഞാൻ നിൽക്കാം. ഇല്ലെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ ഇപ്പൊ തന്നെ പോയേക്കാം. എല്ലാം ഡോക്ടർ പറയും പോലെ. അകത്തോട്ട് വന്നാട്ടെ, കറിയട്ടെ. ഓക്കെ. എന്തായി കൊടിയും തോരണമൊക്കെ? ആദ്യം അതഴിച്ചു മാറ്റി. അതേ, ക്ഷമിക്കണം. പെട്ടെന്നുള്ള വെപ്രാളത്തിൽ ആളറിയാതെ പറ്റിപ്പോയതാ. അത് കുഴപ്പമൊന്നുമില്ല. അമ്മാവനത് പുത്തിരിയൊന്നുമല്ല. എന്നെ ഒരുത്തൻ ഓർത്തിട്ടാ ഡോക്ടർ സ്ഥലം വിടാതിരുന്നത്. ഇനിയെങ്കിലും അയാളെ കൊണ്ട് എന്നെ തെറി വിളിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാക്കരുത്. സോറി അമ്മൂട്ടി, സോറി. അപ്പൊ ബാക്കിയുള്ള കാര്യമൊക്കെ എങ്ങനെയാ? താമസിക്കാൻ നല്ല 1-ാം തരം ക്വാർട്ടേഴ്സ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ കാറും ഡ്രൈവറും. പിന്നെ ശമ്പളം ശകലം കൂടിപ്പോയില്ലേ എന്ന്. അമ്മാവ തീരുമാനിച്ച് കഴിഞ്ഞ ശമ്പളത്തെ പറ്റി ഇനി ചർച്ച വേണ്ട. ഡോക്ടറുടെ വീട് പണി നടക്കുക. 1 വർഷത്തെ ശമ്പളം അഡ്വാൻസ് ആയിട്ട് കൊടുത്താൽ ഈ സമയത്ത് അങ്ങേക്ക് അതൊരു ആശ്വാസമായിരിക്കും. അല്ല, അങ്ങനെയൊന്നും നിങ്ങൾക്ക് നല്ലതാ. 1 വർഷത്തേക്ക് ഡോക്ടർ അനങ്ങാതെ ഇവിടെ തന്നെ ഇരിക്കുമല്ലോ. 1 or 2 വർഷത്തെ ശമ്പളം വേണേൽ ഒരുമിച്ച് കൊടുക്കാലോ. മഹാദേവാ, ഒന്നീ വന്നേ. അപ്പൊ നടന്നേ. ഇത്രയും വലിയ തുക അഡ്വാൻസ് കൊടുക്കുന്ന പരിപാടി വേണ്ട. അത് അമ്മൂട്ടിക്ക് ഞാൻ വാക്ക് കൊടുത്തതാ. എടാ, എന്ന് വെച്ചാൽ ഈ ഡോക്ടർക്ക് ഇവിടെ പേരെടുക്കാൻ പറ്റില്ലെന്ന് വെക്കുക. നമ്മളെ പറഞ്ഞു വിടും. ചിലപ്പോൾ തന്നെ താൻ പോയെന്നും വരും. രണ്ടായാലും ഇത്രയും തുക നേരത്തെ അഡ്വാൻസ് കൊടുത്താൽ. അല്ലമ്മാവ, മനസ്സിലായി. നമ്മൾ അഡ്വാൻസ് കൊടുക്കില്ലെന്ന് പറയുന്നില്ല. തരാന്ന് പറഞ്ഞ് ദിവസങ്ങൾ തള്ളി നീക്കും. അപ്പൊ രണ്ടിലൊന്നും അറിയാമല്ലോ. ഏത്? അത് ശരിയാണ്. അപ്പൊ നടക്ക്, നമുക്ക് സംസാരിക്കാം.